ഉമാ തോമസിന്റെ അപകടത്തിന് കാരണം സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച. മന്ത്രിമാരടക്കം പങ്കെടുത്ത വേദിയിൽ സുരക്ഷ പാലിച്ചില്ലെന്ന പ്രാഥമിക കണ്ടെത്തൽ. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്റർ നിരീക്ഷണത്തിൽ തുടരുന്നു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ മൃതദേഹം ഉടൻ ഖബറടക്കും. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. ആ ബാപ്പയുടെ ഒക്കെ കരച്ചിൽ കേട്ടാൽ നമുക്കത് കേട്ടു നിൽക്കാൻ പോലും നമുക്ക് സഹിക്കത്തില്ല. ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു മനുഷ്യജീവൻ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ. മലപ്പുറത്ത് മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ഒരു വിദ്യാർത്ഥിനി മരിച്ചു. അപകടം നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിലിടിച്ച്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുന്നു. IC ബാലകൃഷ്ണൻ MLA ഇന്ന് പോലീസിൽ പരാതി നൽകും. രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് CPM മാർച്ച്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പില്ലാതെ ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിക്കാൻ ശ്രമം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. വിടവാങ്ങിയത് സമാധാന നൊബേൽ നേടിയ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലെ മുൻനിര പോരാളി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമോ? റിയാദ് കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. ചരിത്ര ദൗത്യത്തിനൊരുങ്ങി ISRO. സ്പാഡെക്സ് ദൗത്യം ഇന്ന് രാത്രി 9:58 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുക ലക്ഷ്യം.